പ്രൈസലോ ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 43 മുതലുള്ള വചനഭാഗം. വൃക്ഷവും അതിന്റെ ഫലവും. വൃക്ഷത്തിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് ഫലത്തെ തിരിച്ചറിയാൻ കഴിയുന്നത്. ഇവിടെ 43 മുതൽ ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യാറില്ലല്ലോ. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. ഇവിടെയും നമുക്ക് 3 കാര്യങ്ങളെ കാണാൻ കഴിയും. ആകാത്ത ഫലം കായ്ക്കുന്ന, നല്ല ഫലമില്ല, ആകാത്ത ഫലം കായ്ക്കുന്ന, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. അതുകൊണ്ട് വൃക്ഷം പ്ലാവിൽ നിന്ന് ഒരിക്കലും മാങ്ങ കായ്ക്കുകയില്ല, മാവിൽ നിന്നോ മാങ്ങ കായ്ക്കുള്ളൂ. പ്ലാവിനോട് മാവ് വേണമെങ്കിൽ വട്ടി ചെയ്താൽ ആ മാവിന്റെ ശിഖരത്തിൽ നിന്നോ മാങ്ങ കായ്ക്കുള്ളൂ, പ്ലാവിൽ നിന്ന് മാങ്ങ കായ്ക്കുകയില്ല. അതുപോലെ ഏത് വൃക്ഷമാണോ ആ വൃക്ഷത്തിൽ നിന്നാണ് അതിന്റെ ഫലം നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് തിരിച്ചറിയാം. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്വഭാവവും നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാം. യേശുവിനെ അറിയുന്നതിന് മുമ്പ് ബൈബിൾ വചനം ഇങ്ങനെയാ പറയുന്നത്, പാവത്തിന് അടിമപ്പെടാത്ത വണ്ണം പാവശരീരത്തിൽ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു. പാവത്തിൽ അടിമപ്പെട്ട് പാവശരീരത്തിൽ കഴിയുന്ന മനുഷ്യൻ. മുമ്പേ നിങ്ങൾ ആരായിരുന്നു? പാവത്തിന് അടിമയായിരുന്നു. മുമ്പേ നിങ്ങൾ ജാതികളായിരുന്നു. മുമ്പേ നിങ്ങൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു. ഇപ്പോഴോ ദൈവത്തെ നിങ്ങൾ അറിയുന്നവരാണ്. അന്നേരം മുമ്പത്തെ നടപ്പും മുമ്പത്തെ പ്രവൃത്തിയും ഫലമില്ലാത്തതായിരുന്നു. ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോൾ നമുക്ക് സ്വഭാവം മാറും. മദ്യപിക്കുന്ന മനുഷ്യൻ മദ്യപാനത്തിൽ നിന്ന് മാറും, പുകവലിക്കുന്ന മനുഷ്യൻ പുകവലിയിൽ നിന്ന് മാറും, മോശം വാക്കുകൾ സംസാരിക്കുന്ന മനുഷ്യൻ ആ വാക്കുകളുടെ പറച്ചിലെല്ലാം നിർത്തി നല്ലത് സംസാരിക്കാൻ തുടങ്ങും. ആ വാക്കുകളിൽ നിന്ന് നമുക്ക് ആ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയും. ദേഷ്യപ്പെടുക, എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ദേഷ്യപ്പെടാത്ത മനുഷ്യൻ, വാശി കാണിക്കാത്ത മനുഷ്യൻ, സ്നേഹിക്കുന്ന മനുഷ്യൻ, കരുണ കാണിക്കുന്ന മനുഷ്യൻ, മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന മനുഷ്യൻ. എങ്ങനെ? അവരുടെ ആ ദയ അനുകമ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇവന്റെ അകത്ത് കർത്താവിന്റെ ഒരു പ്രവൃത്തി ഉണ്ട്. കണ്ടോ, ലാസ്റ്റ് കണ്ടോ, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. കണ്ടോ, നല്ല മനുഷ്യന് പ്രത്യേകത എന്താണ്? നല്ലത് എന്തൊക്കെയാ ബൈബിളിൽ പറയുന്നത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വചനം, സ്നേഹം, സമാധാനം, സന്തോഷം. അത് ആത്മീയ ഫലങ്ങളുടെ തുടക്കമാണ്. ആത്മീയ ഫലങ്ങളിൽ തുടക്കം. അതിൻ്റെ അകത്ത് 9 കൂട്ടം ഫലങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ക്ഷമ, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇന്ദ്രിയജയം, ഇങ്ങനെ 9 കൂട്ടം കാര്യങ്ങളിൽ നമ്മൾ അതെന്താണ്? നല്ല മനുഷ്യന്റെ അകത്തു നിന്ന് വെളിപ്പെടുന്ന ഒന്നാണ്. അവന് ഭയങ്കര ക്ഷമയും ദീർഘക്ഷമയും ഉണ്ടാകും. അവരൊത്തിരി കരുണ കാണിക്കും. ദൈവത്തിന്റെ നാമം പറയുവാൻ അവന് ഒരു മടിയുമില്ല. മറ്റുള്ളവർ കേട്ടാലോ വിശ്വാസത്തെ ഏറ്റുപറയുവാൻ അവന് മടിയില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞുവെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെയും ഏറ്റുപറയും. പ്രിയമുള്ളവരെ, നമ്മൾ യേശു ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി മാത്രമല്ല നിനക്ക് വേണ്ടിയും കൂടെ ക്രൂശിൽ മരിച്ചു എന്ന് നമുക്ക് പറയാൻ ചിലപ്പം ലജ്ജ തോന്നും. അത് ജാതീയനായ അല്ലെങ്കിൽ ഹിന്ദുവായ അല്ലെങ്കിൽ മുസ്ലിമായ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ മടിയാ. എന്നാൽ പ്രിയമുള്ളവർ, ഇവിടെയുണ്ടല്ലോ യേശു ആരാണെന്ന് അറിഞ്ഞാൽ
ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ പുറംജാതിയെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും വ്യത്യാസമില്ല പ്രിയമുള്ളവരെ. ക്രിസ്തു ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണ് ലോകത്തിലേക്ക് കടന്നു വന്നത്. നല്ല മനുഷ്യന്റെ പ്രത്യേകത തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. നല്ലതാണ് പുറത്തേക്ക് വരികയുള്ളൂ. എന്നാൽ ദുഷ്ട മനുഷ്യനോ ദോഷമായി നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞു മാത്രമേ അതിനെ സംസാരിക്കുകയുള്ളൂ. ബൈബിൾ പറയാം, ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് നമ്മൾ എന്ത് പറയുന്നോ അത് നമ്മുടെ അകത്തു നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അകം നല്ലതാണെങ്കിൽ പുറവും ശുദ്ധിയുള്ളതായിരിക്കും. അകം മോശമായതുകൊണ്ടാ സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ മറ്റ് ആളുകൂടിയ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്ത് എന്തിരിക്കുന്നുവോ അതാണ് അവന്റെ പ്രവൃത്തിയിൽ നിന്ന് വെളിപ്പെടാൻ കഴിയുള്ളൂ. നല്ലതാണ് ഹൃദയത്തിന്റെ ഉള്ളിലെങ്കിൽ നല്ലത് പുറപ്പെടും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങൾ നമ്മൾ കേട്ടു. നല്ല വൃക്ഷം, മോശം വൃക്ഷം. ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് നല്ലത് പുറപ്പെടുന്ന ഒരു മനുഷ്യനെ കുറിച്ച്. കർത്താവേ, നല്ല ഒരു നിക്ഷേപം ഞങ്ങളുടെ അകത്ത്, അത് വിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഒരുക്കിയെങ്കിൽ ഈ അഭിഷേകം എന്നെ എന്ന വചന സന്ദേശം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ ഞങ്ങൾ ഏതവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ കൃപയിലേക്ക് അടുക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.